എന്റെ നന്മയൊന്നും ഇവള് കാണത്തില്ല. എന്റെ കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. എന്റെ എന്തോ നന്മയുള്ള പറയാൻ 8 വർഷം കൊണ്ട് ഇപ്പൊ ചെലവിന് കൊടുത്തില്ല സാർ. അതെന്ത് ഇവള് പറയാത്ത? ഏതെങ്കിലും ഭർത്താവ് അങ്ങനെ പറയോ? ചെലവിന് അങ്ങനെ പറഞ്ഞോണ്ട് നടക്കുവോ? ആരും പറയത്തില്ല. പറഞ്ഞോണ്ട് നടക്കുന്ന ചെറ്റത്തരല്ലേടാ. അല്ലെ അവള് പറയണം. അവള് പറയാത്തോട് നിവർത്തി കേട്ടിട്ട് പിന്നെ ഞാൻ പറഞ്ഞോണ്ട് നടന്നു. ഇത് നിന്റെ ഒക്കെ പ്രശ്നത്തിൽ ഇടപെട്ട എനിക്ക് ആ പടം തലവേദന. പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർന്നോ? ഇല്ല സഖാവേ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. ഇതാണ് ഇങ്ങനെ നന്നായിട്ട് വെള്ളം അടിക്കും. അതുകൊണ്ടാ മിക്ക ദിവസവും ഉണ്ട്. കുടിക്കോടാ? അല്ല സാറേ, നമ്മൾ ഈ സിനിമാക്കാരല്ലേ, അപ്പൊ ഈ ചില ഡിസ്കഷനിലൊക്കെ വരുമ്പോ എന്തെങ്കിലും ഒരു മൈൻഡ് മാറാൻ വേണ്ടി. അതൊക്കെ തെറ്റായിട്ടുള്ള ചില ധാരണകളാണ്. ഇവിടെ മലയാള സിനിമയിൽ എത്രയോ നല്ല എഴുത്തുകാരുണ്ട്. അവരൊക്കെ കുടിച്ചില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ നല്ല സംഭാവനകൾ സാഹിത്യത്തിന് വേണ്ടിയും മലയാള സിനിമയ്ക്ക് വേണ്ടിയൊക്കെ അവർക്ക് നൽകാൻ കഴിഞ്ഞേനെ. ഈ കുടി കൊണ്ടൊരു താൽക്കാലികമായ ഒരു ലഹരി മാത്രമേ ഉള്ളൂ. എടാ, യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അത് ഈ മദ്യം കഴിക്കുമ്പോൾ അതില് ഒരു മായം ഉണ്ടാവും. അത് നീ മനസ്സിലാക്കണം. അല്ല സാർ, അങ്ങനെ ഒരു കുടിയനല്ല ഞാൻ. ഒരു 350 രൂപയാണ് അങ്ങനെയുള്ള കേസൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ചില കൂടെ വെള്ളം അടിക്കുമ്പോൾ നന്നായിട്ട് അടിക്കും. ഒരു സ്വൈര്യം തരത്തില്ല. ഇത് ശരിയാണോടാ? ഇത് ശരിയാണോ? നീ ചെയ്യുന്നത് ശരിയാണോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല സാറേ, പിന്നെ ഞാൻ എൻ്റെ വിഷയങ്ങൾ ചിലപ്പോൾ ചുമ്മാ ഇരിക്കുമെന്ന് തോന്നും, ചിലപ്പോൾ വിഷമം വരുമെന്ന് തോന്നും, ചിലപ്പോൾ എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ കുടിക്കും. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കാരണം കണ്ടെത്തി നീ കുടിക്കും, അതല്ലേ? അവരൊന്നും വന്നു ചേർന്ന് പോകണമെന്നില്ല സാർ. ഞാൻ ഒരുപാട് സത്യം ചെയ്ത അവളെ തലയിൽ തൊട്ട്. ഇനി കുടിക്കില്ലെന്നാണോ? ഇനി കുടിക്കില്ല, വേണമെങ്കിൽ സത്യം ചെയ്ത. വേണ്ട സാർ, മദ്യപാനം ഞാൻ വളരെ കുറച്ച് കൊണ്ടുവന്നതാണ്. ഈ ഒരു മുതാബിൽ ഇപ്പോൾ ഒരു കാര്യം പറയാം സാർ, ഞാൻ മദ്യപാനം നിർത്തി സാർ. നിർത്തിയ അത് പോരെ മഞ്ജു? എന്താ ഇത്? ദൈവത്തിന് അറിയാം നിർത്തി വരില്ല. അവൻ നിർത്തി എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കണം. അവൻ പറയുന്നത് ശരി. പശ്ചാത്തലമാണ് സാർ, പശ്ചാത്തലം. സഖാവേ, ഇത് ശരിയാവില്ല. എന്ത്? ഒന്നെങ്കിൽ ഞാൻ പറയുന്നത് ശരിയെന്ന് പറയണം, അല്ലെങ്കിൽ ചേട്ടൻ പറയുന്നത് ശരിയെന്ന് പറയണം. ഇതെന്തോ സഖാവ് ഒരു വ്യക്തമായ ഒരു തീരുമാനം സഖാവ് പറയുന്നതേ ഇല്ല. അത് ഞങ്ങളുടെ പാർട്ടി ലൈനാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, വിഘടനവാദം, ഇതിൽ അധിഷ്ഠിതമായ തത്വാധിഷ്ഠിതമായ ചില ചിന്താ സരണികളിൽ കൂടി പാർട്ടി ലൈൻ കെട്ടിപ്പെടുന്ന ആശയങ്ങളുടെ ഒരു ഉന്മൂലനമാണ് പലപ്പോഴും വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ ക്രോഡീകരിച്ച് ഏകീകരിച്ച് പാർട്ടി ലൈൻ സ്വീകരിക്കുന്നത്. അതെന്താ മനസ്സിലാക്കാത്ത? ഇതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ല. ഇതിലും ഭേദം എന്റെ കാതരേട്ടനാ. ഇപ്പോഴെങ്കിലും നീ എന്നെ മനസ്സിലാക്കിയല്ലോ. ശരി, വെട്ടൊന്ന് തുണ്ടൻ രണ്ട്. ഞാനൊരു തീരുമാനം പറയാം. ഡൈവേഴ്സ്. അയ്യോ, അത് വേണ്ട. അത് വേണ്ട. ഡൈവേഴ്സ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഡൈവേഴ്സ് നിനക്ക് ഓക്കെ ആണോ? ഡൈവേഴ്സ് ഓക്കെയാ, പക്ഷെ ഒരു കണ്ടീഷൻ. ഇവളെന്നും രാവിലെ എനിക്ക് ചായ കൊണ്ടുവരണം. പിന്നെ ഈ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ എപ്പോഴും വേണം. എനിക്ക് ഭക്ഷണം വെച്ച് തരണം, എൻ്റെ പിള്ളേരെ നോക്കണം, എപ്പോഴും എൻ്റെ വീട്ടിൽ കാണണം. ഈ കണ്ടീഷനെല്ലാം ഓക്കെ ആണെങ്കിൽ ഡൈവേഴ്സ് ഓക്കെ. ഇതെന്ത് ഡൈവേഴ്സാണ് ഇത്? അല്ലാതെ എനിക്ക് ഡൈവേഴ്സ് ഒന്നും പറ്റൂല. ഇത് പാർട്ടിയിൽ അവതരിപ്പിച്ച് അവരെന്നെ പുറത്താക്കും. എങ്ങനെയുണ്ടടി? അവൻ്റെ സ്നേഹം മനസ്സിലായ? ഡൈവേഴ്സ് ചെയ്താൽ പോലും നീ കൂടെ വേണം. ഇതാണ് സ്നേഹം. നീ വന്ന് പരാതി പറഞ്ഞതിലൊന്നും ഞാൻ തെറ്റു പറയില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയും കിടക്കുന്ന കേട്ടിട്ടില്ലേ? അതുപോലെയാ. ഇതൊന്നും എന്നെ പോലുള്ള ആൾക്കാരുടെ മുന്നിൽ എത്തിക്കാതെ നോക്കുന്നതിലാണ് നിങ്ങളുടെ മിടുക്ക്. ബന്ധങ്ങളുടെ വില എന്താണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് സന്തോഷത്തോടെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കഴിയണം. പാർട്ടിക്ക് വേണ്ടി കുറച്ചുകൂടെയൊക്കെ നിങ്ങൾ പ്രവർത്തിക്കണം. നമ്മുടെ പാർട്ടി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. അതിനെയൊക്കെ പ്രതിരോധിക്കാൻ നിൻ്റെയൊക്കെ സഹായം വേണോടാ. നീയൊക്കെ ഇറങ്ങ്. സഖാക്കളുടെ കഥയൊക്കെ സിനിമയാക്ക്. സമ്മേളനങ്ങളിലൊക്കെ നിന്റെ പ്രസംഗം വേണം, നിന്റെ നാടകം വേണം. അതിനുള്ള ഏർപ്പാട് ചെയ്യാം. നേരെ ഒരു സിനിമ അത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ വിട്.